കർണാടകയിലെ കോപ്പാൽ ജില്ലയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഗേറ്റ് തകർന്നു. അത് കർണാടകയിൽ അല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാൻ സാധിക്കില്ല. കാരണം മുല്ലപ്പെരിയാർ പോലെ തന്നെ സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് തുംഗഭദ്ര അണക്കെട്ടും നിർമ്മിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന രണ്ടാമത്തെ വലിയ അണക്കെട്ടാണ് തുംഗഭദ്ര. നിലവിൽ അണക്കെട്ടിന്റെ ഒരു ഗേറ്റ് തകർന്നപ്പോൾ 35,000 ക്യൂബിക് വെള്ളമാണ് പുറത്തേക്ക് ഒഴുകിയത്. അതിന്റെ ഭയാനകമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. തുംഗഭദ്ര അണക്കെട്ട് 1953 കമ്മീഷൻ ചെയ്തത്. ആന്ധ്രയിലെയും തെലങ്കാനയിലെയും കർഷകരാണ് പ്രധാനമായും തുംഗഭദ്ര അണക്കെട്ടിനെ ആശ്രയിക്കുന്നത്. അതേസമയം മുല്ലപ്പെരിയാർ 1895 നിർമ്മാണം പൂർത്തിയാക്കിയത്. ലോകത്ത് ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗർഭ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. നിർമ്മാണ കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാർ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു. മുല്ലപ്പെരിയാർ എന്ന പേരിന് പിന്നിലും ഒരു രസകരമായ കഥയുണ്ട്. മുല്ലയാറും പെരിയാറും കൂടി ചേരുന്ന സ്ഥലത്താണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ രണ്ട് പേരിൽ നിന്നുമാണ് അണക്കെട്ടിന് മുല്ലപ്പെരിയാർ എന്ന പേര് ലഭിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് മുമ്പ് വരൾച്ച മൂലം 55 ലക്ഷം പേർ മരിച്ച ഒരു വലിയ ദുരന്തം തമിഴ്നാട്ടിലുണ്ടായി. തുടർന്ന് ഏത് വിധേനയും തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. പിന്നീട് നമ്മൾ കേട്ടിട്ടുള്ള പെന്നിക്കുക്ക് എന്ന ബ്രിട്ടീഷുകാരന്റെ നേതൃത്വത്തിൽ ഇതിനായി പദ്ധതികൾ തയ്യാറാക്കി. അണക്കെട്ട് പൂർത്തിയാക്കി മല തുരന്നും പൈപ്പിലൂടെയും വെള്ളം തമിഴ്നാട്ടിൽ എത്തിക്കാനായിരുന്നു പദ്ധതികൾ തയ്യാറാക്കിയത്. നിർമ്മാണം പൂർത്തിയായപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് 50 വർഷമായിരുന്നു ആയുസ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അണക്കെട്ടിന് 129 വർഷത്തെ പഴക്കമായി. 1961 വെള്ളപ്പൊക്കത്തോടെയാണ് യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള വാദങ്ങളും എതിർവാദങ്ങളും ഉയർന്നു വന്നത്. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട കാലപ്പഴക്കം ചെന്ന ഈ അണക്കെട്ട് ശക്തമായ വെള്ളപ്പാച്ചിലിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും അതിനാൽ തന്നെ അണക്കെട്ടിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ അണക്കെട്ട് സുരക്ഷിതമല്ലെന്നും പ്രമുഖ പത്രമായിരുന്ന ടൈംസ് ഓഫ് ഇന്ത്യ അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണ വേളയിൽ തന്നെ 488 പേരാണ് മരണപ്പെട്ടത്. നിർമ്മാണത്തിനായി തൊഴിലാളികളെ കണ്ടെത്തുകയായിരുന്നു ബ്രിട്ടീഷുകാർ നേരിട്ട പ്രധാന വെല്ലുവിളി. തുടർന്ന് ബ്രിട്ടീഷ് സൈന്യവും പോർച്ചുഗീസുകാരും അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തു. കൊടും കാട്ടിലൂടെ വേണം തൊഴിലിടത്തിൽ എത്തിച്ചേരുവാൻ. തൊഴിലാളികൾക്കിടയിൽ അക്കാലത്ത് പടർന്നു പിടിച്ച മലമ്പനി അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് വെല്ലുവിളികൾ ഉണ്ടാക്കി. 1892 1895 ഇടയിൽ 488 പേർ മരിച്ചു. കരിങ്കല്ല് പൊട്ടിച്ചെടുത്ത് അതിന് മുകളിൽ സുർക്കി മിശ്രിതം നിറച്ചാണ് നിർമ്മാണത്തിനിടെ 2 തവണ അണക്കെട്ട് തകരുകയുണ്ടായി. തുടർന്ന് ബ്രിട്ടീഷ് അധികാരികൾ അണക്കെട്ടിന്റെ നിർമ്മാണം നിർത്തിവെച്ചു. പിന്നീട് ഇംഗ്ലണ്ടിലെ തന്റെ സ്വത്ത് വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ചാണ് പെന്നിക്കുക്ക് ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇന്ന് കേരളത്തിലുടനീളം ഏത് മുക്കിലും മൂലയിലും ഏറെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാമും അനുബന്ധ സുപ്രീം കോടതി വിധിയും. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ അണക്കെട്ടുകളിൽ ഒന്നായ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഗുരുതരമായ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ കുറെ വർഷങ്ങളായി അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയായി നിജപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ വലിയൊരു ജനവിഭാഗത്തെ ഭീതിയുടെ മുൾമുനയിലേക്ക് വലിച്ചെറിയപ്പെടാൻ ഇടയാക്കിയ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലം എന്താവും? കേരളത്തിൽ ഉത്ഭവിച്ച് അതിന്റെ ഭൂരിഭാഗവും കേരളത്തിലൂടെ തന്നെ ഒഴുകുന്ന നദിയാണ് മുല്ലപ്പെരിയാർ. പെരിയാറും അതിലെ ജലവൈദ്യുത പദ്ധതികളുമാണ് കേരളത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിച്ചാൽ പോലും അതിൽ തെറ്റുണ്ടാവില്ല. കേരളത്തിലെ നദികളിൽ ഏറ്റവും അധികം അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ളത് പെരിയാറിലും അതിന്റെ പോഷക നദികളിലുമാണ്. ഉത്ഭവ സ്ഥാനത്ത് നിന്നും പീരുമേട്, ദേവികുളം, തൊടുപുഴ, മൂവാറ്റുപുഴ, കുന്നത്തുനാട്, പറവൂർ എന്നീ താലൂക്കുകളിലൂടെ ഒഴുകി ആലുവയിൽ എത്തി രണ്ടായി പിരിഞ്ഞ് ഒരു ശാഖ വാരാപ്പുഴ എന്ന സ്ഥലത്ത് വെച്ച് വേമ്പനാട്ട് കായലിൽ ചേരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്ഥാനത്ത് നിന്നും പെരിയാർ മുന്നോട്ടൊഴുകുമ്പോഴാണ് പെരുന്തുറ, കട്ടപ്പന, ചെറുതോണി എന്നീ പോഷക നദികൾ വന്ന് യോജിക്കുന്നത്. പെരിയാർ ചെറുതോണിയുമായി ചേരുന്ന സ്ഥലത്തിന് മുകളിലാണ് കേരളത്തിന്റെ അഭിമാനമായ ഇടുക്കി ഡാം. ചെറുതോണിയിൽ തന്നെ വേറൊരു അണക്കെട്ടുണ്ട്. ഇടുക്കി, ലോവർ പെരിയാർ, ഇടമലയാർ, കുണ്ടള, മാട്ടുപ്പെട്ടി, ആനയിറങ്കൽ, കല്ലാർകുട്ടി എന്നീ അണക്കെട്ടുകൾ വൈദ്യുതി ഉൽപാദനം ലക്ഷ്യമിടുമ്പോൾ പെരിയാറിലെ ഭൂതത്താൻ അണക്കെട്ട് ജലസേചനം മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. പഴയ തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതും ഏകദേശം 2400 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ശിവഗിരി കൊടുമുടികളിലാണ് മുല്ലപ്പെരിയാറിന്റെ ഉത്ഭവം. ദേവികുളത്തിനും ഏകദേശം 80 കിലോമീറ്റർ അകലെയാണ് ശിവഗിരി. ഇവിടെ നിന്നും 17 കിലോമീറ്ററോളം ദൂരം താഴേക്കൊഴുകി ഏകദേശം 800 മീറ്റർ ഉയരത്തിൽ എത്തിച്ചേരുന്നു. ഇവിടെ വെച്ച് പെരിയാർ മുല്ലയാറുമായി ചേർന്ന് മുല്ലപ്പെരിയാർ ആകുന്നു. വീണ്ടും ഒരു 11 കിലോമീറ്റർ ദൂരം കൂടി ഒഴുകുമ്പോൾ കേരളത്തിന്റെ ഭൂപ്രദേശത്തിന് ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും ആഴമുള്ളതുമായ ഒരു മലയിടുക്ക് പ്രദേശത്ത്
155 അടി ഉയരത്തിലാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ മാത്രം ഒഴുകുന്ന ഈ നദി രാജഭരണകാലത്തുണ്ടായ കരാറില്ലായിരുന്നുവെങ്കിൽ ഇന്നും കേരളത്തിന് മാത്രം അവകാശപ്പെട്ട നദിയായി നിലനിൽക്കുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ മദ്രാസ് ഗവർണറുടെ പ്രത്യേക താല്പര്യപ്രകാരം തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ വിശാഖം തിരുനാളിന്റെ കാലത്താണ് ഡാം നിർമ്മിക്കപ്പെട്ടത്. രാജഭരണമാണ് അക്കാലത്ത് നിലവിലുണ്ടായിരുന്നത്. എങ്കിലും രാജാവിന് ബ്രിട്ടീഷുകാർ നിയന്ത്രിച്ചിരുന്ന കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കരാറുകളിലൊക്കെയും കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരുന്നില്ല. 1886 ഒക്ടോബർ 21 ഒപ്പുവെച്ച പാട്ടക്കരാറിന്റെ പരിണിത ഫലമാണ് ഇന്നത്തെ മുല്ലപ്പെരിയാർ അണക്കെട്ട്. മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടുമെന്ന് 1862 മുതൽ മദ്രാസ് സർക്കാർ തിരുവിതാംകൂർ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ സ്വന്തം രാജ്യത്തിന്റെയും പ്രജകളുടെയും ഭാവി കരുതി നീണ്ട 24 വർഷക്കാലം കരാറിൽ ഒപ്പുവെക്കാതെ രാജാവ് പിടിച്ചു നിന്നു. 2 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഗത്യന്തരമില്ലാതെ ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കരാറിൽ ഒപ്പുവെക്കാൻ തിരുവിതാംകൂർ രാജാവ് തീരുമാനിച്ചു. കരാർ മൂലം ഉണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ മുന്നിൽ കണ്ടും അത് സ്വന്തം പ്രജകളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയും കരാറിൽ ഒപ്പുവെക്കുന്നതിന് ദിവാൻ രാമയ്യയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് അദ്ദേഹം ദുഃഖിതനായി ഇങ്ങനെ പറഞ്ഞു: 1886 ഈ കരാറിൽ ജലസേചന ആവശ്യത്തിന് വെള്ളം കൊടുക്കുവാൻ മാത്രമേ വ്യവസ്ഥയുള്ളൂ. വൈദ്യുതി ഉൽപാദനത്തിന് കരാറിൽ വ്യവസ്ഥയില്ല. എന്നാൽ പിൽക്കാലത്ത് തമിഴ്നാട് സർക്കാർ വൈദ്യുതി ഉൽപാദനം ആരംഭിക്കുകയും കേരള സർക്കാർ ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു. അങ്ങനെ ഈ പ്രശ്നം ആർബിട്രേഷന് വിട്ടു. ആർബിട്രേഷൻ വൈദ്യുതി ഉൽപാദനം നിയമവിരുദ്ധമാണെന്ന് വിധിച്ചു. പക്ഷേ ഈ വിധി പിന്നീട് നടപ്പിലാക്കുകയുണ്ടായില്ല. 1895 ഡാമിന്റെ പണി പൂർത്തിയായി. മുല്ലപ്പെരിയാർ ഡാമിന് സമീപം 10 സെന്റോളം സ്ഥലത്ത് 19 ശവകുടീരങ്ങൾ കാണാം. കാട്ടാനകളുടെ ചവിട്ടേറ്റ് പല ശവകുടീരങ്ങളുടെയും ശിലാഫലകങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അണക്കെട്ട് നിർമ്മാണത്തിനിടയിൽ അകപ്പെട്ട് മരിച്ച 5 യൂറോപ്യന്മാരുടെയും അസുഖം ബാധിച്ചു മരിച്ച യൂറോപ്യന്മാരുടെയുമാണ് ഈ ശവകുടീരങ്ങൾ. നിർമ്മാണത്തിനിടയിൽ മരിച്ച തൊഴിലാളികളെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലവും ഡാമിന് താഴെ തന്നെ കാണുവാൻ സാധിക്കും. അന്നത്തെ മദ്രാസ് റെസിഡൻസിയുടെ കീഴിൽ വന്നിരുന്ന തമിഴ്നാട്ടിലെ മധുര, തേനി ജില്ലകളിലെ കൃഷി ആവശ്യത്തിനായിരുന്നു മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ചിരുന്നത്. 155 അടി ഉയരത്തിനുള്ളിൽ വരുന്ന 800 ഏക്കർ പ്രദേശവും 10.15 സ്ക്വയർ മൈൽ തടാകവും 12.5 സ്ക്വയർ മൈൽ കരപ്രദേശവും ഉൾപ്പെടെ മൊത്തം 8000ഓളം ഏക്കർ പ്രദേശമാണ് കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജലത്തിൽ മുങ്ങിപ്പോകുന്ന തടാക പ്രദേശവും കരാർ പ്രദേശവും പാട്ടഭൂമിയാണെന്ന് കരാറിൽ ഉടനീളം വ്യക്തമാക്കുന്നുണ്ട്. മഴയുടെ അളവ് 4500 മില്ലിമീറ്റർ എന്ന തോതിൽ വെച്ച് 800 ക്യൂബിക് ജലമാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഒരു സീസണിൽ മാത്രം ഏകദേശം 120 കോടിയിലേറെ രൂപയുടെ മൂല്യമുള്ള കുടിവെള്ളമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമുക്ക് ലഭിച്ചതോ ഏക്കറിന് 5 രൂപ പ്രകാരം 8000 ഏക്കർ സ്ഥലത്തിന് 40,000 രൂപയും. 1885 മാത്രം അവസാനിക്കുന്നതും നീണ്ട 999 വർഷം കാലാവധിയുമുള്ള കരാർ പ്രകാരം കേരളത്തിന് മാത്രം അവകാശപ്പെട്ട 8000 ഏക്കർ പ്രദേശം കൈകാര്യം ചെയ്യുവാനും പരിപാലിക്കാനുമുള്ള അവകാശം ബ്രിട്ടീഷ് ഗവൺമെന്റിന് തീറായി ലഭിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി പിന്നിട്ടിട്ടും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട കരാറിലൂടെ ഇന്നും അവിഹിത നേട്ടമാണ് തമിഴ്നാട് കൊയ്യുന്നത്. കരാറിലൂടെ നേട്ടങ്ങളെല്ലാം തമിഴ്നാടിന് സ്വന്തമായപ്പോൾ കോട്ടങ്ങൾ സ്വയം പേറുകയാണ് കേരളം.